ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി ചെന്ന് മാപ്പ് ചോദിക്കുകയാണ്. എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയും പച്ചക്കള്ളം പറഞ്ഞ് നിന്നെ ഞാൻ സ്വീകരിക്കാനോ ഇനി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചത് എത്ര കള്ളം ശ്രുതി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ, അതൊക്കെ ക്ഷമിച്ച് ഞാൻ ശ്രുതിയുടെ കൂടെ ഇത്രയും നാൾ ജീവിച്ചില്ലേ, ആരുടെയും മുന്നിൽ ഞാൻ ശ്രുതിനെ വിട്ടുകൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ ശ്രുതി ഇപ്പൊ കാണിച്ചത് ശരിയാണെന്ന് ശ്രുതിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വേണ്ടി ഒരക്ഷരം പോലും ശ്രുതി എന്നോട് മിണ്ടിയില്ല. എന്നെ തല്ലി ഇറക്കുന്നത് നോക്കി നിന്നില്ലേ? പറയത്തില്ലായിരുന്നോ അവളെ തല്ലി ഇറക്കരുത് എന്ന്? അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, നിന്റെ നിലനിൽപ്പിന് വേണ്ടി നീ എന്റെ കൂടെ നിന്നത്, നീ സ്വാർത്ഥയാ. നിനക്ക് നല്ല ജീവിതം ഉണ്ടാകാൻ നീ എന്ത് ചെയ്യും? ശ്രുതി, എനിക്ക് വേണ്ടി ഞാൻ എന്താ ശ്രുതി ചെയ്തിട്ടുള്ളത്? ശ്രുതി എന്താ ഈ പറയുന്നത്? ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ എല്ലാം ചെയ്തത്. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ശ്രുതി മറന്നു അല്ലേ? ഇന്നേ ശ്രുതി ഈ ബിസിനസ് നടത്തുന്നത് ആര് കാരണ? ഞാൻ കാരണമല്ലേ? അതിന് ഞാൻ കുറെ കേട്ടു, ഒരുപാട് കേട്ടു. ഒന്നും ഞാൻ എനിക്ക് വേണ്ടി അല്ല ശ്രുതി ചെയ്തത്. അത് ശ്രുതി ഇനിയെങ്കിലും മനസ്സിലാക്ക്. ശ്രുതിക്ക് വേണ്ടിയാ ഞാൻ എല്ലാം ചെയ്തത്. എനിക്ക് ശ്രുതി അത്രയ്ക്ക് ഇഷ്ടാ, എന്റെ ജീവന. ചെറിയ തെറ്റുകളൊക്കെ ആർക്കും സംഭവിക്കാമല്ലോ ശ്രുതി, അതിന് ഇത്ര വലിയ ശിക്ഷ എനിക്ക് തരണോ? ദേ കഷ്ടമുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. ദേ ഇതൊക്കെ നീ മുമ്പേ ഓർക്കണമായിരുന്നു ശ്രുതി, ഇപ്പോഴല്ല വന്ന് പറയേണ്ടത്. എനിക്ക് നല്ല വിഷമൊക്കെ ഉണ്ട്, കാരണം നിന്നിൽ നിന്നും ഇത്ര ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ശ്രുതി. നീ എന്നെ കൂടെ കഴിയുന്ന ഒരാളായിട്ട് മാത്രമാണ് കണ്ടത്. സ്നേഹിക്കുന്നു എന്നൊക്കെ നീ വെറുതെ പറയുന്നതാ, നിന്റെ അഭിനയം അതൊക്കെ. സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ശ്രുതി. നീ എന്നെ ഒരു ഹസ്ബൻഡായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയൊന്നും പറയില്ല ശ്രുതി, എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ശ്രുതി ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയില്ല. എത്രമാത്രം ഞാൻ ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രുതിക്കും അറിയാന്നുള്ള കാര്യം തന്നെയല്ലേ. എന്നോടുള്ള ദേഷ്യത്തില ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓ, നിന്നോടുള്ള ദേഷ്യമോ? നീ ഇവിടേക്ക് വരരുതായിരുന്നു ശ്രുതി. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നീ ചെയ്തൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുമില്ല. ഇവിടെ കസ്റ്റമേഴ്സും സ്റ്റാഫൊക്കെ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നീ ഒന്ന് പോയേ. അയ്യോ, എന്താ ഈ പറയുന്നത്? എന്നെ ഒഴിവാക്കാണോ ശ്രുതി? ശ്രുതിയുടെ മനസ്സിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രുതിക്ക് എന്നെ ജീവന, ഇഷ്ടമാ, പ്രാണന. ശ്രുതി ആന്റിയെ ഭയന്നിട്ടല്ലേ എന്നെ വിളിക്കാതിരിക്കുന്നത്? എന്നെ കാണാൻ വരാതിരിക്കുന്നതൊക്കെ ആന്റി ഭയന്നിട്ടല്ലേ? നന്നായി ശ്രുതി. ഇപ്പം എന്നോട് പോകാൻ പറയുന്നത് പോലും അമ്മയെ ഭയന്നിട്ടാ. ചെറിയൊരു കള്ളം പറഞ്ഞതിന് എനിക്ക് ഇത്ര വലിയ ശിക്ഷ തരണോ? എന്നോടൊന്ന് ക്ഷമിക്കത്തില്ലേ, പൊറുക്കത്തില്ലേ? ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ കള്ളം പറഞ്ഞത്. ജീവിക്കാനുള്ള കൊതി കൊണ്ട്, ആർക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ട്? ഈ ഒരു സമയത്താണ് നമ്മുടെ ചന്ദ്ര അവതരിക്കുന്നത്. ചന്ദ്ര കടയിലേക്ക് എടീന്ന് വിളിച്ചോണ്ട് വരുവാണ് കേട്ടോ. അയ്യോ, ശ്രുതി ഞെട്ടിപ്പോ. അയ്യോ അമ്മയോ, നിന്നോട് ഞാൻ പറഞ്ഞാലടി ഇങ്ങോട്ട് വരരുതെന്ന്, നീ പോടി എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്ര ഇങ്ങ് കേറി വന്നു കേട്ടോ, നമ്മുടെ ശ്രുതിക്കിട്ട് കൊട്ടക്കാൻ വേണ്ടി തന്നെയാ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അമ്മേ, ഒച്ച കുറച്ച് സംസാരിക്കണേ, നീ ഇവളെ വിളിച്ചു വരുത്തിയതാണോ? ഏയ്, ഞാൻ വിളിച്ചു വരുത്തിയതൊന്നും അല്ല. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നത്? അത് പിന്നെ ആന്റി, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, പക്ഷേ നിർത്തടി, നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. അപ്പൊ ശ്രുതി, അമ്മേ പതുക്കെ, ഇതൊരു സ്ഥാപനമാണ്, കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. ഓ, ആദ്യം നിനക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവളെ വെളിയിലാക്കിയേനെ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്, ഇവളെ കാണരുത്, സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെ ഇവള് വന്നപ്പം അത് പിന്നെ ഇവള് ഇവിടേക്ക് കയറി വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? ഞാൻ വിളിച്ചു വരുത്തിയതൊന്നുമല്ല. എടി, നീ ഇവിടേക്ക് വരുമെന്നും കണ്ണീര് കാണിച്ച് ഇവനെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കൃത്യസമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. അത് പിന്നെ ആന്റി, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. ഞാൻ എന്തിനാ കള്ളം പറഞ്ഞത് നിങ്ങളൊന്ന് അറിയണം. വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. തൃപ്തിയായി. പറയേണ്ടതൊക്കെ ഞാനും നീയും വീട്ടിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഒന്നും പറയാനില്ല. ഇനി നീയുമായിട്ട് എൻ്റെ മോനും കുടുംബത്തിനും ഒരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മേ പതിയെ പറയമ്മേ എന്ന്. അപ്പോഴത്തേക്കും നീ ഇറങ്ങിപ്പോക്കോ, ഇവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കാതെ, ഇനി മേല ഇങ്ങോട്ട് വന്നു പോകരുത്. എൻ്റെ മോനെ കാണുകയും ചെയ്ത് സംസാരിക്കുകയും ചെയ്യരുത്. അത് പിന്നെ ആന്റി, ശ്രുതി താലി കെട്ടി ശ്രുതിയുടെ ഭാര്യയല്ലേ ഞാന്. എന്ത് ഭാര്യ? കെട്ടിയ താലി അവന് പൊട്ടിച്ചെറിയാനും പറ്റും. അവൻ പൊട്ടിച്ചെറിയുകയും ചെയ്യും. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും സംസാരിക്കേണ്ട, നിന്നോടാ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത്.
ആന്റി പ്ലീസ് ആന്റി, ഇവിടെ വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചോണ്ട് വലിച്ചോണ്ട് നമ്മുടെ ശ്രുതിനെ അങ്ങ് കൊണ്ടു. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നോക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മേ പ്രശ്നം ഉണ്ടാക്കല്ലേ അമ്മേ, അമ്മ എന്താ അമ്മ ഇത്, അമ്മേ ഒച്ചപ്പാട് വെക്കരുതേ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും നോക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പിടിച്ച് തള്ളു കേട്ടോ, ശ്രുതിനെ പിടിച്ച് തള്ളി. ശ്രുതി അവിടെ കിടന്ന ഒരു കാറിന്റെ പുറത്തേക്ക് ഒന്ന് വീഴുകയും ചെയ്തു. എന്നിട്ട് ചന്ദ്ര പറഞ്ഞു, ഇനി ഇവിടേക്കോ എന്റെ വീട്ടിലേക്കോ വന്നു പോകരുത്, കൺമുമ്പിൽ കണ്ടുപോകരുത് എന്ന്. ആസത്തെ ശവ് ഇറങ്ങി പോടി ഇവിടെ നിന്ന്, വൃത്തികെട്ടവള്, നാണമില്ലല്ലോ അവക്ക്. നീ എന്താണ് നോക്കി നിൽക്കുന്നത്, വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിച്ചോണ്ട് നേരെ ഷോറൂമിനകത്തേക്കും പോയി. ശ്രുതിയുടെ കാര്യം കട്ടപ്പോകാം, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ. ഏതായാലും അവിടെ നിന്ന് നിരാശയോട് നമ്മുടെ ശ്രുതി പോവാം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രോദയാണ് കേട്ടോ. ചന്ദ്രോദയത്ത് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഫോണും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തായടാ കിട്ടുന്നില്ലേ എന്നൊക്കെ. ആകെപ്പാടെ ടെൻഷൻ കേട്ടോ. രേവതി ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല, നമ്മുടെ സുധീനെയാണ് വിളിക്കുന്നത്. സുധീനെ കാണുന്നില്ല, സമയം എത്രയായി, ഇവനെ ഇത് എവിടെ പോയി കിടക്കണോ, വരുന്നില്ലല്ലോ എന്ന് രവീന്ദ്രൻ. ആകെപ്പാടെ മൊത്തം ടെൻഷൻ. സച്ചിക്ക് ടെൻഷൻ, രേവതിക്ക് ടെൻഷൻ, ചന്ദ്രയ്ക്ക് ടെൻഷൻ, രവീന്ദ്രന് ടെൻഷൻ. അങ്ങനെ നമ്മുടെ രേവതി പറയും, ഇനി ചിലപ്പോൾ കടയിലെങ്ങാനും കാണുമോ? ഏയ്, കട അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു പോയല്ലോ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, സുധി ഇതുപോലെ താമസിച്ചിട്ടില്ല, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയാതെ പോകത്തില്ല. പറഞ്ഞാൽ വിടാത്ത സ്ഥലത്ത് പറയാതെ പോവൂലോ എന്ന് നമ്മുടെ സച്ചി. അവൻ മിക്കവാറും പാർലറേട്ടത്തിനെ കാണാൻ പോയി കാണും. ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് കലി വന്നിട്ട്, അവൻ അവളെ കാണാൻ പോകത്തില്ല, ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല, എന്നെ ധിക്കരിച്ച് അവൻ ഒന്നും ചെയ്യത്തില്ല, അവളെ കാണാൻ പോവോ, ഒരിക്കലും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ശ്രുതിയുടെ കാര്യത്തിൽ ചിലപ്പോ നീ പറയുന്നത് അവൻ കേൾക്കണമെന്നില്ല ചന്ദ്രൻ. അപ്പം നമ്മുടെ രേവതിയും പറഞ്ഞു, അത് ശരിയാ, ദേ അന്നും ഒരു ദിവസം ശ്രുതിയിൽ നിന്നും അമ്മ അദ്ദേഹത്തെ അകറ്റാൻ ശ്രമിച്ചില്ലേ, അന്ന് മറ്റേ നീലിമയുടെ പൈസ പ്രശ്നം അറിഞ്ഞപ്പോഴത്തേക്കും. എന്നിട്ട് പാത്തും പതുങ്ങിയും പോയി അദ്ദേഹം ശ്രുതിയെ പോയി കണ്ടില്ലേ, പാത്തും പതുങ്ങിയൊക്കെ സംസാരിച്ചില്ലേ. ഇനി ഇനി അവനെ പ്രതീക്ഷിക്കണ്ട, അവളെ കാണാനാ പോയതെങ്കിൽ ഒരിക്കലും ഇനിയിപ്പം അവൾ അവനെ വിടാൻ പോകുന്നില്ല എന്നിങ്ങനെ സച്ചി പറഞ്ഞു. ഏതായാലും സച്ചി പറഞ്ഞ് വായെടുത്തില്ല. അതിനു മുമ്പ് നമ്മുടെ ശ്രുതി ഏതായാലും വീട്ടിലേക്ക് വന്നു കേട്ടോ. ബാഗൊക്കെ തൂക്കി പിടിച്ച് വന്നു. വിഷമോ സങ്കടമൊക്കെ കാണൂലോ, അതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നായിരിക്കും. അങ്ങനെ ശ്രുതി വന്ന് റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല മോനെ, നീ ഇത് എവിടെ പോയതായിരുന്നു, നീ എന്താ താമസിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇവനോട് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, നിൽക്കണം അവിടെ, നീ എന്താടാ വരാൻ വൈകിയത്? അത് പിന്നെ ലോഡ് വന്നിരുന്നു, അതുകൊണ്ട് കടയടയ്ക്കാൻ വൈകി. എടാ, നീ എന്നോട് കള്ളം പറയുവാണോ? സത്യം പറ, നീ ശ്രുതിനെ കാണാൻ പോയോ? അയ്യോ ഇല്ലമ്മേ, ഞാൻ ശ്രുതിനെ കാണാൻ പോയിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മ പറയുന്നത് ഇന്ന് വരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ അമ്മേ? അമ്മ പറയുന്നത് വിധി ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഞാൻ ശ്രുതിനെ കാണാൻ പോയിട്ടില്ല. അമ്മ പേടിക്കൊന്നും വേണ്ടെന്നേ, ഞാൻ ശ്രുതിനെ കാണില്ല, ഞാൻ ഇനി അവളെ ഒരിക്കലും കാണില്ല. അവളെ എനിക്ക് വേണ്ട, ഞാൻ അവളോട് ഫോണിൽ പോലും സംസാരിക്കില്ല, അമ്മയ്ക്ക് അതുപോരെയെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തെ സന്തോഷം. ചന്ദ്ര പറഞ്ഞു, എന്റെ മോൻ ചെയ്തില്ല, വിഷമിക്കണ്ട കേട്ടോ മോൻ ചെല്ല, അമ്മയെ എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുത്തു വെക്കാമേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി കയറിപ്പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ദേ അവൻ പറഞ്ഞത് കേട്ടല്ലോ, നിന്നെ പോലെ അനുസരണ ഇല്ലാത്തവനല്ല സച്ചി അവന്റെ അമ്മ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം തന്നെയായിരിക്കും അവന്റേത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്ര, അവന് നല്ല വിഷമമുണ്ട്, അത് നീ എന്താ മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, വിഷമമൊക്കെ പതുക്കെ മാറിക്കോളൂ, ഇപ്പൊ വിഷമമുണ്ട്, പിന്നെ മാറിക്കോളും വിഷമം. എന്ത് സംഭവിച്ചാലും ആരെന്ത് പറഞ്ഞാലും ഇത് എന്റെ മോന്റെ ജീവിതത്തിലെ കള്ളി ഉണ്ടാവില്ല, പേരും കള്ളീനെ ഞാൻ കൊല്ലും. വൃത്തികെട്ടവള്, ഇത് എന്റെ തീരുമാനം തന്നെയാ, അവന്റെ തീരുമാനവും കൂടെയാ, ഞങ്ങളുടെ രണ്ടുപേരുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് ഇനി അവളെ കൊണ്ടുവരാന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്ത് കയറി പോയിട്ടോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല രവീന്ദ്രനും സച്ചിക്കും രേവതിക്കും. ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനാണ്. സുധിക്ക് ആഹാരം പോലും വേണ്ട. സുധി കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ട് വീരാൻ പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിനെ കുറിച്ചും ശ്രുതി പറഞ്ഞ കള്ളത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി കള്ളു കുടിക്കുകയാണ് കേട്ടോ. മൂക്കറ്റം കുടിക്കുകയാണ്. ഒരു ബാറിലിരുന്ന് കള്ളു കുടിക്കുക. മൂക്കറ്റം എന്ന് പറഞ്ഞാൽ അതുപോലെ കുടിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരനും കൂടെയുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ കൂട്ടുകാരനോട് പറയാണ്, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ? അതെ, എനിക്ക് നീ പറയുന്നതൊക്കെ ബൈഹാട്ടാ, നീ പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേടാ, ഇങ്ങനെ കത്തി വെച്ച് കൊല്ലാനാണോടാ ഈ ബാറിലേക്ക് എന്നെ വിളിച്ചോണ്ട് വന്നത്? എടാ, നിന്റെ ഭാര്യ നിന്റെ കൂടെ വീട്ടിലുണ്ട്, പക്ഷെ എന്റെ ഭാര്യ എന്റെ കൂടെ വീട്ടിലില്ല. ഓ ദേ, എന്റെ ഭാര്യയെ എന്റെ അമ്മ കഴുത്തിന് പിടിച്ച് പുറത്താക്കി.
അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, എടാ വീട്ടിൽ നടന്നത് നാട്ടിൽ മുഴുവൻ അറിയിക്കാതെ വാ നമുക്ക് പോകാം, നീ ശബ്ദം കുറച്ച് സംസാരിക്കുക. ഇല്ലില്ല, ഞാൻ എങ്ങും വരുന്നില്ല, എനിക്കിന്ന് മൂക്കറ്റം കുടിക്കണം, കുടിച്ചു കുടിച്ചു കുടിച്ച് എൻ്റെ വിഷമമൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കണം, എൻ്റെ ഭാര്യ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, എങ്കിലും അവൾ എന്നോട് കള്ളം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണിപ്പിറക്കി ഓരോന്ന് ആ ബാറിൽ കിടന്ന് പറയാണ്. എല്ലാവരും തന്നെ നമ്മുടെ സുധീനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത്രയധികം മോശമാണ് ശ്രുതിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആദ്യം 1 പെഗ് കുടിക്കുന്നു, 2 പെഗ് കുടിക്കുന്നു, 3 പെഗ് കുടിക്കുന്നു, 4 പെഗ് കുടിക്കുന്നു, അങ്ങനെ കുടിച്ച് തീർക്കാണ്. നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്ന പാർക്ക്മേറ്റ് ആണ് കേട്ടോ. ആ പുള്ളിക്കാരനാണ് ഉള്ളത് കൂടെ. അപ്പം പുള്ളിക്കാരൻ പറയുക, എടാ നിനക്ക് ഇതൊന്നും അടിച്ച് ശീലമില്ലടാ, ഇതൊക്കെ അകത്ത് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തും, കരള് പോകും, കൂമ്പ് പോകും. എന്റെ ഭാര്യ ഇരുന്ന കരളാടാ ഇത്, എന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഇനി എനിക്ക് കരൾ എന്തിനാടാ, ഈ കൂമ്പ് എന്തിനാടാ, ഈ ചങ്ക് എന്തിനാടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ എണ്ണി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ്, എടാ മതി നിർത്ത്, ഇനി കുടിച്ചാൽ ശരിയാവത്തില്ല, ഇത് ഇവട്ടം കൊണ്ട് അവസാനിപ്പിച്ചോ, എടാ ഇറങ്ങടാ, ബാടാ, പോകാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്താ പറയുന്നത്, ആ ബാറിൽ നിന്ന് നമ്മുടെ സുധീനെ ഇറക്കിക്കൊണ്ട് പാർക്കുമേറ്റ് വെളിയിലേക്ക് വന്നു. ഇതിനിടയിലുണ്ടല്ലോ നമ്മുടെ സുധി അവിടെ കിടന്ന് ആൾക്കാരോടൊക്കെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെളിവില്ലല്ലോ, അതായത് മദ്യപിച്ചേക്കുമല്ലോ, അത് മദ്യപിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുടിച്ചപ്പോൾ തന്നെ നല്ല പൂസായി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെ സച്ചിനെയാണ്. അങ്ങനെ നമ്മുടെ സച്ചി വന്ന് ചോദിക്കുകയാണ്, സുധി ഇവിടെ ഉണ്ടോ? അല്ല, സുധി ഇവിടെ ഇല്ലല്ലോ, സുധി ഷോറൂമിലേക്ക് പോയല്ലോ. ആഹാ, ഷോറൂമിൽ പോകുന്നു പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയത് സച്ചേട്ടാ? അവൻ അവിടെ ഇല്ല, അവൻ ഷോറൂമിലില്ല, ഞാൻ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞു. ഷോറൂമിൽ പോകുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അവൻ അവിടെ പോയിട്ടില്ല, സ്റ്റാഫാണ് തുറന്നത്, ഞാൻ കുറെ വട്ടം വിളിച്ചു നോക്കി, ഫോണും എടുക്കുന്നില്ല. അല്ല, ഇനിയിപ്പോ ഡീലർമാരെ വല്ലതും കാണാൻ പോയതായിരിക്കും സച്ചേട്ടാ, കുറച്ച് കഴിയുമ്പോ വരുന്നത്. സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല, അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാ സച്ചേട്ടൻ തിരിച്ചു വന്നത്? എന്തോ, അവന്റെ കാര്യം ഓർക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് നല്ല ടെൻഷൻ തോന്നുക. അല്ല, എന്താ സച്ചേട്ടാ ഇതിന് മാത്രം ടെൻഷൻ തോന്നാന്? അത് പിന്നെ അവൻ നല്ല വിഷമത്തിലല്ലേ. സത്യത്തിൽ ഞാൻ ഇതുവരെ അവനിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ലല്ലോ സച്ചേട്ടാ. അതുപോലെയുള്ള കാര്യങ്ങളല്ലേ നടന്നിരിക്കുന്നത്. സത്യം അവക്ക് അദ്ദേഹത്തോടെങ്കിലും പറയായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും രൂക്ഷമാകത്തില്ലായിരുന്നു സച്ചേട്ടാ. പക്ഷെ സത്യം അവള് പറഞ്ഞില്ലല്ലോ. വീരാനെ പിടിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴും ഈ വിഷയം ഇത്ര പ്രശ്നമാണെന്ന് ഞാൻ ഓർത്തില്ല രേവതി. ഞാനും ഓർത്തില്ല. പക്ഷെ സത്യമല്ലേ സച്ചേട്ടാ, സത്യം നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും രേവതി കുടുംബത്തിലെ സമാധാനം പോയി കിട്ടി. അല്ല, ശ്രുതിയെ ഇപ്പൊ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരുന്നതാണോ സച്ചേട്ടൻ പറഞ്ഞു വരുന്നത്? അല്ല, എന്താ? ആ വിഷയത്തിൽ ഞാനൊന്നും പറയുന്നില്ല രേവതി. പക്ഷേ നമുക്ക് ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അവരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമൊന്നും അല്ലെങ്കിലും ശ്രുതി അവളില്ലാതെ ജീവിക്കുന്നൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. അത് പിന്നെ അമ്മ ഈ ജന്മം ഈ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രുതിനെ. അത് ഉറപ്പാ സച്ചേട്ടാ. ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ പാർലർ എടുത്ത് അനുഭവിക്കണം, അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അല്ല, ഇവിടെ ഇത്രയും പ്രശ്നം നടന്നിട്ട് നമ്മൾ അച്ഛമ്മേനെ അറിയിച്ചില്ലല്ലോ. നാളെ അച്ഛമ്മ എന്തെങ്കിലും അറിഞ്ഞാല്, അറിയിക്കാത്തതിന് അച്ഛമ്മ നമ്മളെ എല്ലായിരിക്കുമോ വഴക്ക് പറയുന്നത്? നമുക്ക് അച്ഛമ്മേനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? വേണ്ട, തൽക്കാലം ഇത് അച്ഛമ്മ അറിയണ്ട. അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാലേ ഒന്നാമത് പ്രായമായ സ്ത്രീയല്ലേടി, വിഷമമാകും, സങ്കടമാകും. പിന്നെ വേണ്ട, അച്ഛമ്മേനെ അറിയിക്കേണ്ട സാഹചര്യം വന്നാൽ നമുക്ക് അച്ഛമ്മേനെ അറിയിക്കാം, അല്ലാതെ അറിയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കാണ് കേട്ടോ നമ്മുടെ സജ്ജി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയും സുധിയുടെ കൂട്ടുകാരനെയാണ്. അങ്ങനെ സുധിയുടെ കൂട്ടുകാരൻ സുധീനെ ബൈക്കിന്റെ പുറകിൽ വെച്ച് ചുമന്നുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ സുധി അനങ്ങാതിരിക്കുവോ? സുധി വെട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് വെട്ടാണ് കേട്ടോ. എടാ മര്യാദയ്ക്ക് ഇരിക്കട, എനിക്ക് വണ്ടി ഓടിക്കത്തില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരൻ. എങ്കിലും നമ്മുടെ സുധി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടി വണ്ടിയിലിരുന്ന് വന്ന് നേരെ ഹൈവേ പോലീസിന്റെ മുമ്പിലേക്ക് വന്നു. പറയാനുണ്ടോ? ഊതിച്ചില്ലേ, പൊക്കിയില്ലേ നമ്മുടെ സുധീനെ? ഊതിച്ചു. നമ്മുടെ സുധി കള്ളു കുടിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് വെളിവില്ല സുധിക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സുധീനെ നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവാണ്. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നപ്പോ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താൻ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.